ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ. ഇന്ന് വൈകുന്നേരം നമുക്ക് ഒത്തൊരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധി വന്നിരിക്കുന്ന കുറച്ചു നേരം വചനം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ഇന്നത്തെ വിഷയം സമൃദ്ധിയായ ജീവൻ, ദി അബണ്ടന്റ് ലൈഫ്. ഇത് ആക്ച്വലി വേ ബാക്ക് 2007 അന്ന് ജെയ്സൺ ബ്രദർ എൻ്റെ അടുത്ത് ഇതിനെ പറ്റി ഒരു യൂത്ത് മീറ്റിങ്ങിൽ ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു. അന്ന് ആക്ച്വലി എടുത്തില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഏകദേശം 12 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 13 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ടുക്ക് മീ 13 years. 13 വർഷം എടുത്തു ഇത് മനസ്സിലാവാൻ. ദി അബണ്ടന്റ് ലൈഫ് അല്ലെങ്കിൽ സമൃദ്ധിയായ ജീവൻ. ഇത് നമ്മൾക്കറിയാലോ. ഇത് എവിടെയാ ഇതിൻ്റെ വേർഡ്സ് കിടക്കുന്നത്? യോഹന്നാൻ സുവിശേഷം 10 അധ്യായം 10 വാക്യം. John chapter 10 verse 10. I have come that you might have life and they might have it more abundantly. I have come that they might have life. നമുക്ക് ഈ ലൈഫിനെ പറ്റി നമ്മളിത് കൂടുതൽ അറിയേണ്ട ആവശ്യമുണ്ട്. ഇത് എന്താ ദൈവത്തിൻ്റെ ജീവൻ? എന്താ ഈ ജീവൻ? ഒട്ടുമുക്കാൽ എല്ലാ സൈഡിലും ഈ ജീവനെ പറ്റി പറയുന്നു. ഈവൻ ആദ്യം പോലെ നമ്മൾ കാണുന്നതാ ദൈവത്തിൻ്റെ ജീവൻ അല്ലെങ്കിൽ ജീവൻ എന്ന് പറഞ്ഞൊരു വാക്യം. എബ്രായർ അറാമിക്കിലും എഴുതിയിട്ടുണ്ട്, ഹീബ്രുവിലും അത് ശരിക്കും അത് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് അത് വരുന്ന ഒരു വാക്യം. ലൈഫ് നമ്മൾ ഹീബ്രുവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇറ്റ് ഹാസ് 3 അർത്ഥം. ഒരേ വാക്ക് നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിൽ യൂസ് ചെയ്യുന്ന വാക്ക് ഈ ഗ്രീക്കിൽ വരുമ്പോൾ 3 അർത്ഥം. അത് ഒരെണ്ണം ബിയോസ്, അതായത് നമ്മളുടെ എക്സ്റ്റേണൽ ഫിസിക്കൽ ബോഡി. വേറൊരു ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബയോളജി. നമ്മളെ ഫിസിക്കൽ അപ്പിയറൻസ്, നമ്മളുടെ ബോഡി എങ്ങനെ, നമ്മളെ ഫ്ലഷ് എങ്ങനെ, നമ്മളുടെ നമ്മളുടെ ബോഡിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്, അത് നമ്മളെ ലൈഫ് സ്റ്റൈല് എല്ലാ ബിയോസിൽ വരും. പിന്നെ വരുന്നത് സെക്കൻഡ് വൺ ഈസ് സോഷെ, PSUCHE. മൂന്നാമത് വരുന്ന സോ. അപ്പം നമ്മളുടെ പഠിത്തം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2 കാര്യമാണ്. ഒന്ന് സോഷെ, പിന്നെ ഒരെണ്ണം സോ. ഈ 2 കാര്യത്തിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഈ 2 കാര്യമാണ് നമുക്ക് ക്രിസ്ത്യൻ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരെണ്ണം വരുന്ന, അതായത് സോഷെ വരുന്ന ആ വാക്കിൽ ഈ സൈക്കോളജിക്കൽ ലൈഫാണ് പറയുന്നത്. അതായത് നമ്മൾ ആത്മീയ വശം നോക്കിക്കഴിഞ്ഞാൽ അത് സോള, ദേഹിയ. അത് നമ്മളെ എമോഷൻസ് വരുന്ന, നമ്മളുടെ ഇഷ്ടം, നമ്മളുടെ മൈൻഡ്, നമ്മളുടെ വില്ല് എല്ലാം ഈ സൈക്കോളജിക്കൽ ലെവലിലാണ്. നമ്മളുടെ ഫീലിങ്സ് ഇതെല്ലാം സൈക്കോളജിക്കൽ ലെവൽ. ഇത് പല സ്ഥലത്തും നമ്മളുടെ ബൈബിളിൽ പല സ്ഥലത്തും നമുക്ക് ഇത് കാണാം. മെയിനായിട്ട് നമ്മളുടെ ആ സ്പിരിച്വൽ സ്റ്റഡിയിൽ നമ്മൾ നോക്കും. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം വായിച്ചാൽ നമ്മൾ ഇത് നേരത്തെ വായിച്ച ഫോർ whosoever wants to save his life, ആ ജീവൻ shall lose it. ഈ ലൈഫ് ലൂസ് ആവുന്ന, ഇത് കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ പറഞ്ഞ കാര്യം, ആ ലൈഫ് ലൂസ് ചെയ്യുന്ന കാര്യം, ആ ലൈഫ് അതായത് സൈക്കോളജി ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദൈവം തന്ന ഒരു സൈക്കോളജിക്കൽ ലൈഫ്. ഈ എമോഷൻസും ഫീലിങ്സും എല്ലാം ഉള്ള ഒരു
ലൈഫ്, അതാ സോഷെ. അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്ന സ്പെല്ലിംഗ് PSUCHE എന്നാണ്. അപ്പൊ ഇത് സൈക്കോളജിക്കൽ ലെവലാണ്. ഈ സൈക്കോളജിക്കൽ ലെവലിൽ കർത്താവ് പറയുന്നത് എന്താ? അത് ലൂസ് ആവണം, അല്ലെങ്കിൽ അത് കളയണം. കർത്താവിന്റെ ഡിസൈപ്പിൾസ് ആവണമെങ്കിൽ, ശിഷ്യന്മാരാവണമെങ്കിൽ ഈ ലൈഫ് നമ്മൾ ലൂസ് ചെയ്യണം. ഈ ലൈഫ് ഇല്ലാതെ ആവണം. ഈ ലൈഫ് നമ്മളിൽ നിന്ന് പോകണം. എന്നിട്ട് എന്താ വേണ്ടിയത്? അതാ നമ്മൾ ആക്ച്വലായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളുടെ ഈ സൈക്കോളജിക്കൽ ലെവൽ ഓഫ് അപ്രോച്ച്, നമ്മളുടെ മൈൻഡിലുള്ള ഈ അപ്രോച്ച്, എമോഷൻസ് എല്ലാം, അത് പെട്ടെന്നൊന്നും പോകത്തൊന്നുമില്ല. അത് നമുക്കറിയാം. അത് പെട്ടെന്ന് കളയാനും പറ്റത്തില്ല. അതിനു വേണ്ടി നമുക്ക് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ജീവൻ നമ്മളത് മനസ്സിലാക്കണം. ലൈഫ് എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണം. അതിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ വരാം. അതിൽ സോ എന്ന് പറഞ്ഞ ഗ്രീക്ക് വാക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുള്ള ബിയോസ്, അതായത് ഫിസിക്കൽ ബയോളജിക്കൽ ലെവൽ, സോഷെ അതായത് നമ്മൾ സൈക്കോളജിക്കൽ ലെവൽ, ദെൻ സോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്പിരിച്വൽ ലെവൽ, അല്ലെങ്കിൽ നമ്മളുടെ സ്പിരിറ്റിലുള്ള കാര്യം. വാക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 1:4 ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. ഇൻ ഹിം വാസ് ലൈഫ്, അവനിൽ ആണല്ലോ ജീവൻ. ഇൻ ഹിം വാസ് ലൈഫ് ആൻഡ് ദ ലൈഫ് വാസ് ദ ലൈറ്റ് ഓഫ് മെൻ. ഇവിടെ സോ എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവല്ല. കൺഫ്യൂസ്ഡ് ഇൻ ദ സെൻസ്, സോഷ്യ എന്ന് പറഞ്ഞ ആ വാക്ക് അല്ല നമ്മളുടെ ക്രിസ്തീയ ജീവൻ. സോ എന്ന് പറഞ്ഞ ഗ്രീക്ക് വാക്കാ നമ്മളുടെ ക്രിസ്തീയ ജീവിതം. അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മളെ ക്രിസ്ത്യ ജീവിതം. സോ അപ്പൊ ഈ സോ എന്ന് പറഞ്ഞ എന്താ? ആക്ച്വലി ഇറ്റ് ഈസ് ദി അൺക്രിയേറ്റഡ് ലൈഫ്. ഇത് ഉണ്ടാക്കിയതല്ല, ദൈവത്തിലുള്ള ഒരു കാര്യം. ദൈവത്തിൽ നിന്നുള്ള ഒരു കാര്യം നമുക്ക് തന്നിരിക്കുക. എറ്റേണൽ ലൈഫ്, ഡിവൈൻ ലൈഫ്, യുണീക്ക്. അത് യുണീക്കായിട്ട് ദൈവത്തിന് മാത്രമുള്ള ഒരു കാര്യമാണ് സോ. ഓക്കെ, ആ ലൈഫാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ലൈഫാണ് നമുക്ക് ആത്മാവിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഈ സോയിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സോ ആ നമ്മളുടെ എല്ലാ സൈക്കോളജിക്കൽ അല്ല, സോഷ്യ അല്ല. നമുക്ക് ഉള്ളത് എക്സാക്ട് ജീവിതം, ദൈവം ഉദ്ദേശിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്കോളജിക്കൽ ലെവലല്ല. സോ എന്ന് പറഞ്ഞ ആ ജീവനാണ്. അതാ ഈ സോ അൺക്രിയേറ്റഡ് ലൈഫ്, ദൈവത്തിലുള്ള ജീവനിൽ നമ്മൾ പല ആൾക്കാരും, നമ്മൾ ഓർക്കും നമ്മൾ പുതിയ നിയമ വിശ്വാസികൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അതല്ല, പല ആൾക്കാരെയും ഈ സോയില് ആഡ് ചെയ്യുക ദൈവം. ആദ്യകാലത്ത് മൂലം, ആദാം മൂലം നമ്മൾ നോക്കിയ പല ആൾക്കാരെയും ഈ സോ എന്ന് പറഞ്ഞ ആ ജീവനിൽ ദൈവം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ആ സോഷ്യയെ പറ്റി നോക്കാം. ബിക്കോസ് നമുക്ക് സോ ആണല്ലോ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ആ ജീവനാണ് വർക്ക് ചെയ്യേണ്ടത്. അബണ്ടന്റ് ലൈഫ് അതാ. അത് ദൈവം ഇവിടെ കർത്താവായ യേശുക്രിസ്തു വന്നിട്ട് ഈ അബണ്ടന്റ് ലൈഫ് നമുക്ക് തരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതിൽ മോർ അബണ്ടന്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ദൈവത്തിന്റെ ജീവൻ കൂടുതൽ അത് തരും. ദൈവത്തിന്റെ സോ അല്ലെങ്കിൽ സോ കൂടുതൽ നമുക്ക് തരും. ആ സോ കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ ആക്ച്വലി അവര് ആത്മീയ മനുഷ്യൻ ആവുന്ന, അല്ലാതെ സോഷ്യല്ല. അത് തെറ്റിദ്ധരിക്കല്ല. ഒരിക്കലും നമ്മളുടെ സൈക്കോളജിക്കൽ എമോഷണൽ ലെവലില് നമുക്ക് ദൈവത്തിനെ വർഷിപ്പ് ചെയ്യാനോ നമുക്ക് ദൈവത്തിനെ സ്നേഹിക്കാനോ പറ്റത്തില്ല. എന്താന്ന് ചോദിച്ചാല് ഡിനൈ യുവർ സെൽഫ് എന്നാ പറഞ്ഞ്. ആ ലൈഫിനെ ഡിനൈ ചെയ്യാൻ കർത്താവ് യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്. ക്യാരി യുവർ ക്രോസ് ആൻഡ് ഫോളോ ഹിം. അങ്ങനത്തെ ഒരാളെ ശരിക്ക് സോയുടെ ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളെ
കർത്താവ് ഒരു ശിഷ്യനായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സൈക്കോളജിക്കൽ ലെവലിൽ ഒരാളെ ഒരിക്കലും ദൈവത്തിന് വെക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഫീലിങ്സ് അടിക്കുന്നതും ഇതൊന്നും ഇത് അടിക്കാതിരിക്കാൻ ദൈവം തന്നെ ട്രെയിൻ ചെയ്യും. ആക്ച്വലി നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് കീഴ്പ്പെട്ട് ദൈവത്തിൽ വിശ്വസിച്ച് അവൻ്റെ വാക്കിൽ വിശ്വസിച്ച് അവൻ്റെ ആത്മാവിന് ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് അവിടെ പ്രവർത്തിക്കും. അതിന് വേറെ ഒരു വ്യത്യാസവും ഇല്ല, അതിലൊരു മാറ്റവും ഇല്ല. ബിക്കോസ് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് ബി പെർഫെക്റ്റ് ആസ് ദ ഫാദർ ഈസ്. പിതാവ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നു അതുപോലെ തന്നെ ഇരിക്കാൻ, അതുപോലെ അത് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളും ആ പെർഫെക്ഷനിൽ നമ്മൾ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ആ പെർഫെക്ഷനിലോട്ട് മൂവ് ചെയ്യണം. ഓഫ് കോഴ്സ് 100% പെർഫെക്ഷൻ പറ്റത്തില്ല, പക്ഷെ പെർഫെക്ഷനിലോട്ട് മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയാ യഥാർത്ഥത്തിലുള്ള ആത്മീയ മനുഷ്യൻ. അതായത് നമുക്കറിയാം നമ്മളുടെ എമോഷൻസ്, നമ്മളുടെ വികാരങ്ങൾ, അത് ദൈവത്തിന് ഇഷ്ടമല്ലാന്ന ഒരു മനസ്സിന്റെ ഒരു കോണിക്കുന്ന ഒരു കോണറിൽ അത് ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് നമുക്കറിയാം. പക്ഷെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അത് ഇറ്റ് ഈസ് എ ഫെയിലിയർ ഇൻ അവർ ക്രിസ്ത്യൻ ലൈഫ്. പിന്നെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അത് പല ക്ലാസ്സുകളും നമ്മൾ നോക്കിയാൽ ദൈവത്തിൽ കീഴ്പ്പെടുക, ആത്മാവിൽ കീഴ്പ്പെടുക. ആത്മാവിൽ കീഴ്പ്പെട്ടാലേ അത് നമുക്ക് കറക്റ്റായിട്ട് ആ ദൈവത്തിൻ്റെ ജീവൻ അത് ഉൾക്കൊള്ളിക്കുന്നത്, അത് ഇരിക്കുന്ന അതിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു 2 കൊരിന്ത്യർ 4:7 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമ്മളിൽ ഈ പാത്രത്തിൽ ആ ഒരു ട്രഷർ ഇരിപ്പുണ്ട്, ഒരു നിധി ഇരിപ്പുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നിധിയിലാണ് നമ്മൾ നോക്കേണ്ടത്. ആ നിധിയിൽ നോക്കാതെ നമ്മൾ എന്തുമാത്രം പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറഞ്ഞ് അത് ശരിയാവത്തില്ല. അത് നമ്മളുടെ സൈക്കോളജിക്കൽ ലെവലിൽ ഉള്ള അപ്രോച്ച് തന്നെയാണ്. അത് കർത്താവിന് ഒരു ആത്മീയ ലെവലിൽ അത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഏറ്റവും നല്ല ഒരു എക്സാമ്പിളാ നമ്മളുടെ ഫിലിപ്പിൻ്റെയും ഷണ്ണൻ്റെ ജീവിതം. ആ ബൈബിൾ കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ള. ഫിലിപ്പ് വാസ് മൂവ്ഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് മൂവ്ഡ് ഫിലിപ്പ്. ദൈവാത്മാവ് ഫിലിപ്പോസിനെ മൂവ് ചെയ്തു, ഷണ്ണൻ്റെ അടുത്ത് കറക്റ്റ് കൊണ്ടെത്തിച്ചു. എങ്ങനെ അത് പറ്റും? ഇപ്പം പറ്റുമോ? ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ദൈവാത്മാവ് ഫുള്ളായിട്ട് നമ്മളെ ഹൃദയത്തിലുണ്ട്. ദൈവാത്മാവ് അത് വർക്ക് ചെയ്യുന്നുണ്ട്. ദൈവാത്മാവിൻ്റെ ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ നമ്മൾ ആ ദൈവാത്മാവിൻ്റെ അതിലോട്ട് കീഴ്പ്പെടണം. അതിന് നമ്മൾ ഒരിക്കലും ഈ ലോകത്തിൻ്റെ കാര്യത്തിൽ പ്രീ ഓക്യുപ്പൈഡ് ആയിട്ട് കാര്യമില്ല. നമ്മൾ ഈ ലോകത്തിൻ്റെ പ്രീ ഓക്യുപ്പേഷനിൽ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഞായറാഴ്ചയോ അല്ലെങ്കിൽ കൂടി വരുന്ന സമയത്തെല്ലാം വന്ന് ആരാധിക്കുന്നുണ്ട്, നമ്മൾ തോട്ട്സ് പറയുന്നുണ്ട്, നമ്മൾ നല്ല സ്പിരിച്വലി നമ്മൾ സുവിശേഷം പറയുന്നു. ഇല്ല, അതല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ സൈക്കോളജിക്കൽ ലെവലിൽ എടുക്കാതെ നമ്മളുടെ സ്പിരിച്വൽ ലെവൽ, എന്നാലേ ഹോളി സ്പിരിറ്റിന് അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവിന് അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ, ഒരാളുടെ ഹൃദയത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിലുള്ള കാര്യത്തിൽ പ്രീ ഓക്യുപ്പൈഡ് ആവല്ല. ഡസന്റ് മീൻ ഫാമിലി ലൈഫ് ഉണ്ടാവില്ലെന്നല്ല, ഒരു കരിയർ ഉണ്ടാവില്ലെന്നല്ല, സോഷ്യൽ വർക്ക് ഉണ്ടാവില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കരിയറിന് വേണ്ടി നമ്മൾ ജീവിക്കാൻ പാടില്ല. നമ്മൾ കരിയർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു നമ്മളുടെ കരിയർ വേണമെങ്കിൽ, അല്ലെങ്കിൽ കരിയർ ഉണ്ടാവണമെങ്കിൽ അത് കരിയറിൽ കോൺസെൻട്രേറ്റ് ഫുള്ളായിട്ട് ചെയ്യല്ല. ബിക്കോസ് ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി, അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്. ബിക്കോസ് ഒരു കരിയർ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് ഉണ്ടെങ്കിൽ, നമ്മളുടെ കണ്ടീഷൻസ് കൂടുതലാണെങ്കിൽ we will be preoccupied with ourselves. കണ്ടീഷൻസാണ് നമ്മൾ വെക്കുന്ന കണ്ടീഷൻസാണ്. അപ്പം നമ്മൾ സോഷ്യൽ അല്ലെങ്കിൽ നമ്മളുടെ
ദേഹിയിൽ വെക്കുന്ന ഈ കണ്ടീഷൻസ് എപ്പോഴും അത് ദൈവ ആത്മാവിന് ഒരു ഹിൻഡ്രൻസ് ആണ്, അതൊരു തടസ്സമാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് അത് തടസ്സം തന്നെയാണ്. ബിക്കോസ് നമുക്ക് ദൈവ ആത്മാവ് നമ്മളുടെ അടുത്ത് ഇന്ന സ്ഥലത്ത് പോകാനോ ഇന്ന സ്ഥലത്ത് നമ്മളെ ഡയറക്റ്റ് ചെയ്യുക. ആ സമയത്ത് നമ്മളുടെ ജോലി കാര്യങ്ങളോ ഫാമിലിയോ എന്തെങ്കിലും എക്സ്റ്റേണൽ കയറി വന്നാൽ ദൈവ ആത്മാവിൻ്റെ പ്രവൃത്തി അവിടെ നടക്കത്തില്ല. നമുക്ക് ഇത് ദൈവം ഡയറക്റ്റ് ആയിട്ടല്ല ചെയ്യുന്നത്. ദൈവം മനുഷ്യന്മാരെ പ്രിപ്പയർ ചെയ്ത് മനുഷ്യന്മാരിൽ കൂടെ സുവിശേഷം പറഞ്ഞത് മനുഷ്യന്മാർ. നമുക്കറിയാലോ, അത് പല പ്രാവശ്യവും നമ്മൾ കേട്ടതാണല്ലോ കാര്യം. അപ്പൊ നമ്മൾ പ്രീ ഓക്യുപ്പൈഡ് ആയിട്ട് നമ്മളുടെ സെൽഫിൽ പ്രീ ഓക്യുപ്പൈഡ് ആയ ഒരിക്കലും നമുക്ക് ഇത് കർത്താവിൻ്റെ ആത്മാവിൻ്റെ വർക്ക് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മോസ്റ്റ് ഓഫ് ദി മിനിസ്ട്രി അത് എമോഷണൽ ലെവലിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും വികാരത്തിൻ്റെ പുറത്താണ് ചെയ്യുന്നത്. പിന്നെ ആ മിനിസ്ട്രി ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന നമ്മളെ തന്നെ എക്സാമിൻ ചെയ്യാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ മോട്ടിവേഷൻ എന്താ? നമ്മളുടെ സെൽഫ് ഗ്ലോറിയാണോ, നമുക്ക് ഫിനാൻഷ്യൽ ഗ്ലോറിയാണോ, ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആണോ? ഇത് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ നോക്കണം, നമ്മൾ അത് അറിയണം. വി ഹാവ് ടു സെൽഫ് എക്സാമിൻ ഇറ്റ്. നമ്മളുടെ മോട്ടിവേഷൻ എന്താ? ദൈവത്തിൻ്റെ മുമ്പേ എന്താ അത് മോട്ടിവേറ്റ്? ഫോർ വാട്ട് പേർപ്പസ് ആർ വി ഡൂയിങ് ഇറ്റ്? എന്തിനാണ് നമ്മളൊരു മിനിസ്ട്രി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക്? ഫോർ എക്സാമ്പിൾ നമ്മൾ IT ഫീൽഡിലാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ദൈവം കർത്താവ് എന്തിനാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? അതെല്ലാം നമ്മൾ ചോദിക്കേണ്ട ഇറ്റ് ഈസ് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. വി ഹാവ് ടു കീപ്പ് ഓൺ ആസ്കിങ്. ഈ മാരേജ് കർത്താവാണല്ലോ ഒന്നിപ്പിക്കുന്നത്. അതിൻ്റെ ഫുൾ ഉദ്ദേശം, അതിൻ്റെ ആ ഫുൾഫിൽമെൻറ്റ്, അതെല്ലാം അത് ചോദിച്ച് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി അത് ജീവിക്കുക. അതിന് നമ്മൾ സൈക്കോളജിക്കൽ ആ അപ്രോച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ ആത്മാവിൽ അവിടെ ഒരു തടസ്സം വരും. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ഡിനൈ യുവർ സെൽഫ്. നിങ്ങളുടെ സെൽഫ്, ആ ലൈഫിനെ ഡിനൈ ചെയ്യുക. ആൻഡ് ഗിവ് യുവർ കംപ്ലീറ്റ് ലൈഫ് ടു ഗോഡ്. ആ ലൈഫ്. ഇനി നമുക്കറിയാലോ, ഇനി അതല്ല നമ്മളുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ, സാങ്ക്ടിഫിക്കേഷൻ്റെ എപ്പോഴും സാങ്ക്ടിഫിക്കേഷൻ്റെ പാട്ടല്ല. ലെറ്റ് us look into the sanctified self of ours. നമ്മൾ അതിൽ നിൽക്കുക, സാങ്ക്ടിഫിക്കേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ വിശുദ്ധീകരണത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലോട്ട് നമ്മൾ നോക്കാം. ഇനി ജസ്റ്റ് ലീവ് സോൾ എവേ. നമുക്കിനി കൂടുതൽ സോയിലോട്ട് വരാം. സോയിലാണല്ലോ എല്ലാ കാര്യവും, ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. ദ എവർലാസ്റ്റിംഗ് ലൈഫ് ഓഫ് ഗോഡ്, നിത്യജീവൻ. ഈ നിത്യജീവനിലോട്ട്, അതായത് ഇതിനൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ഇല്ല, ഇതിനൊരു എൻഡിങ് പോയിന്റും ഇല്ല. ഇത് ദൈവത്തിൻ്റെ ഒരു എലിമെന്റാണ്, ദൈവത്തിൻ്റെ ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ ഒരു സന്നിധി, ഒരു എലിമെന്റാണ്. അപ്പൊ ഈ എലിമെന്റിലോട്ട് ദൈവം ഈ എറ്റേണൽ ലൈഫിലോട്ട് പലവരെ ആഡ് ചെയ്യുന്നുണ്ട്. ആഡം, ഏബൽ, സേത്ത്, ഈനോക്ക്, ഇവരെല്ലാവരും, നോഹെ, അബ്രഹാം, ഐസക്, ജേക്കബ്, മോസസ്, ഈ എറ്റേണൽ ഈ സോയിലോട്ട് ആഡ് ചെയ്തു. അപ്പൊ ഈവൻ പ്രോഫിറ്റ്സ്, ഈവൻ അപ്പോസ്റ്റൽസ്, നമ്മളെ സമയം വരെ ഇനിയുള്ള ആൾക്കാർ, ഇനി സമയമുണ്ട്, കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ അവരെല്ലാം ഈ അൺക്രിയേറ്റഡ് ലൈഫിലോട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ അൺക്രിയേറ്റഡ് ലൈഫ് ഓഫ് ഗോഡിലോട്ട് ഇങ്ങനെ പലവരെയും ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ അൺക്രിയേറ്റഡ് ലൈഫിലോട്ട് നമ്മൾ ശ്രദ്ധിക്കാം, നമ്മൾ ശ്രദ്ധിക്കാം. ലൈഫ് ഗിവൻ ടു അവർ സ്പിരിറ്റ്, നമ്മളുടെ ആത്മാവില് തന്നിരിക്കുന്നു. അത് നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിലോട്ട് വരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യം, അതിലോട്ട് വരാം. In him was the life, and the life was the light of man.
In him was the life. In him was Zoe. അപ്പൊ ഈ ലൈറ്റ് വാസ് ദ ലൈറ്റ്, ദ ലൈഫ് വാസ് ദ ലൈറ്റ് ഓഫ് മാൻ. ഈ ലൈറ്റ് എന്താ? എന്താ ഈ ലൈറ്റ്? നമ്മളെല്ലാം പറയുമല്ലോ, ഈ നമ്മളുടെ പാപത്തിന്റെ ആ സ്വഭാവവും അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നെല്ലാം ലൈറ്റ് വീണു നമുക്ക് ദൈവത്തിനെ കൂടുതൽ അറിഞ്ഞു. അത് മാത്രമല്ല, ഇതൊരു ഇൻസൈറ്റാണ്, ഉൾക്കാഴ്ച. ഇത് ഒരു ഉൾക്കാഴ്ച. ഈ ഉൾക്കാഴ്ചയിൽ നമ്മൾ എല്ലാം സ്നേഹം, വിശ്വാസം, ദൈവത്തിനെ അറിയുന്നത്, മേഴ്സി, കരുണ, ലവിങ് കൈൻഡ്നെസ്, ഇതെല്ലാം നോളേജ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ മഹത്വം, നമ്മളുടെ പ്രസന്റ് കണ്ടീഷൻ എങ്ങനെയാണ്, നമ്മളുടെ ഹൃദയത്തിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, റിപ്പൻഡൻസ്, പശ്ചാത്താപം, ഏറ്റുപറയുക, ദൈവത്തിൻ്റെ സബ്മിഷൻ, സീക്കിംഗ് ദ വിൽ ഓഫ് ഗോഡ്, ഇഗ്നറൻസും എറർ, അതിൽ നിന്നല്ല. പിന്നെ ഇത് മച്ച് മോർ, ഇതിൽ പല കാര്യം, പിന്നെയുള്ള ഡെഡ് വർക്ക്സും ഉണ്ട്, ചത്ത പ്രവൃത്തികൾ, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മളിലുണ്ട്. ഇതിലെല്ലാം ലൈറ്റ് വരുമ്പോൾ എന്തു പറ്റും? ഇതെല്ലാം എക്സ്പോസ്ഡ് ആവും. എല്ലാ കാര്യം എക്സ്പോസ്ഡ് ആവും. അതാ ഇൻസൈറ്റ്. ദൈവത്തിൻ്റെ സ്നേഹം കാണാം, ദൈവത്തിൻ്റെ എല്ലാ കാര്യവും കാണാം, ദൈവത്തിൻ്റെ മഹത്വം കാണാം. അത് നമ്മളുടെ സബ്മിഷൻ, നമ്മളുടെ കീഴ്പ്പെടൽ, നമ്മൾ ദൈവത്തിന് റിപ്പൻഡ് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം സീക്ക് ചെയ്യുന്നത്, പിന്നെ നമ്മളുടെ ഇഗ്നറൻസ്, നമ്മളുടെ എറർ, ഇതെല്ലാം ലൈറ്റിലോട്ടാണ് വരുന്നത്. ഇതൊരു ഉൾക്കാഴ്ച. ആ ഉൾക്കാഴ്ച, അതാ ലൈറ്റ് ഓഫ് മെൻ. ഇതെല്ലാം ഒരു ബോധം വരും. അതാ സോന്റെ ഒരു പ്രത്യേകത. ഇതിലെല്ലാം ഈ ലൈറ്റ് അടിക്കുമ്പോൾ ഈ ലൈഫ് എന്താണെന്നും ഈ ലൈഫിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹൃദയത്തിൽ നമ്മൾക്ക് അത് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറയാം. ഇതാ ഈ ഡെഫിനേഷൻ ഓഫ് ലൈറ്റ്. ഇനി നമുക്കതൊന്ന് റീസ്ട്രക്ചർ ചെയ്ത് ഒന്ന് മീൻസ് ഗ്രീക്ക് വാക്യങ്ങളും കൂടെ ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്ത് വായിക്കാം. ഇൻ ഹിം വാസ് സോ ആൻഡ് സോ വാസ് ദ ഇൻസൈറ്റ് ഓഫ് മെൻ. മനസ്സിലായെന്ന്? അത് അത്രയും സിമ്പിൾ. ഇൻ ഹിം വാസ് സോ, അവനിൽ ആയിരുന്നു സോ, ജീവൻ, സോ. ആൻഡ് ജീവൻ മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ അകത്തുള്ള ഉൾക്കാഴ്ചയാണ്. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ, വ്യക്തമാണ്. ഇൻ ഹിം വാസ് സോ. ആ സോ എന്ന് പറഞ്ഞ ലൈഫ്, കർത്താവ്. ആ കർത്താവ് ദ ഇൻസൈറ്റ് ഓഫ് മാൻ. അപ്പൊ ഈ കർത്താവല്ല, ഈ കർത്താവിൻ്റെ കാര്യം, ഈ ലൈഫ് തന്നിട്ടുള്ളത്, ഈ കർത്താവിൻ്റെ ലൈഫാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ യോഹന്നാൻ സുവിശേഷം എഴുതിയത് കുറെ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടായിരുന്നല്ലോ. ആദ്യത്തെ 3 സുവിശേഷം എഴുതിയിട്ട് യോഹന്നാൻ അത് കറക്റ്റ് ചെയ്യാൻ നോക്കിയതാണ്? അല്ല. എന്തുകൊണ്ട്? അപ്പൊ ആ സമയത്ത് കുറെ യോഹന്നാൻ ആ 80s 90 മുതൽ 100 ആ ടൈം 113 ആ ടൈമിലാണ് ഈ നോസ്റ്റിക്സ് എല്ലാം കുറച്ച് ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി. അവർ ഈ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും ജൂഡായിസത്തിൽ നിന്നും എല്ലാം ഐഡിയാസ് എടുത്ത് അവരുടെ ഡോക്ട്രിൻ എല്ലാം എടുത്ത് ഒരു ഫോൾസ് ഡോക്ട്രിൻ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്ത് പറ്റുകയെന്ന് പറഞ്ഞാൽ അവിടുത്തെ വിശ്വാസികൾ തന്നെയായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ആ വിശ്വാസികളുടെ മനസ്സിൻ്റെ അകത്തും അവരുടെ ഹൃദയത്തിൻ്റെ അകത്തും ക്രിസ്തു മാറി, അതായത് ഈ ലൈഫിൽ നിന്ന് മാറി വേറെ ഒരു ആംഗിളിലോട്ട് പോവുക, ടോട്ടലി വേറെ. അതായത് ഈ ജൂഡായിസം, ക്രിസ്ത്യാനിറ്റി, നോസ്റ്റിസം പറയുന്നത് ഒരു കോൺസെപ്റ്റ് സിന്നും റിപ്പൻറ്റൻസ് ഒന്നും ഇല്ല എന്ന് അവർ പറയുന്നത്. എല്ലാം ഒരു എല്യൂഷനാണ്, ഒരു എല്യൂഷൻ, മനസ്സിൻ്റെ അകത്തുള്ള ഒരു എല്യൂഷനായിട്ട് വരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും
ഒരു ഉൾക്കാഴ്ച, ഒരു എൻലൈറ്റ്മെന്റ് ആയിട്ട്, എൻലൈറ്റ്മെന്റും ഒരു ഇല്യൂഷനായിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു ഹൃദയത്തിന്റെ എൻലൈറ്റ്മെന്റും ഈ ഇല്യൂഷനും ഈ എൻലൈറ്റ്മെന്റും മതി ഒരു ആത്മീയ മനുഷ്യനുണ്ടാവാൻ. അതാ അവരുടെ ടീച്ചിങ്. പക്ഷെ ഈ സോ ഇല്ലാതെ, ജീവനില്ലാതെ, കർത്താവില്ലാതെ ഒരു എൻലൈറ്റ്മെന്റും ഇല്ല. അതാ ഫസ്റ്റ് അവിടെ നമ്മളെ യോഹന്നാൻ പറയുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ ക്ലിയർ ആയിട്ട്, വ്യക്തമായിട്ട് സുവിശേഷവും ലെറ്റേഴ്സും എഴുതുമ്പോൾ, കത്തുകൾ എഴുതുമ്പോൾ ക്ലിയർ ആയിട്ട് ലൈഫ് സ്ട്രെസ് ചെയ്താ പറയുന്നത്. ആ ലൈഫിന്റെ ഇമ്പോർട്ടൻസാ പറയുന്നത്. ലൈഫ് എന്തിനാ ഉള്ളത്, സോ എന്തിനാ ഉള്ളത്, ജീവൻ എന്താണ് ഉള്ളത്. ഇപ്പൊ ഗ്രീക്ക് വാക്ക് സോ, അത് ആ വാക്ക് തന്നെ നമ്മൾ നോക്കണം. ക്രിസ്തുവിന്റെ ജീവൻ, അതാ നമ്മൾ നോക്കേണ്ടത്. അവിടെ ആ അത്രയും ഇമ്പോർട്ടൻറ്റ് പാട്ടാ, ദൈവത്തിന്റെ ഒരു പാട്ട് സോ, നിത്യജീവൻ. അത് നമുക്ക് തന്നിട്ടുള്ള, ക്രിസ്തുവിൽ വെച്ച് നമുക്ക് തന്നിട്ടുള്ള. ഇത് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവാൻ 1 യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ 2 വരെ. 1-2. 1 യോഹന്നാൻ 1-ാം അധ്യായം 1-2. That which was from the beginning, ആദ്യം പോലെ, which we have heard, നമ്മൾ കേട്ടതും, which we have seen with our eyes, നമ്മൾ കണ്ടതും, which we have looked, നമ്മൾ കണ്ടതും നോക്കിയതും, our hands have handled, നമ്മളെ കൈ കൊണ്ടതും തൊട്ടതും, of the word of life. പിന്നെ രണ്ടാമത്തെ വാക്യം, for the life was manifested and we have seen it. നമ്മളത് കണ്ടു, ലൈഫ് മാനിഫെസ്റ്റ് ചെയ്തു, നമ്മളുടെ മുമ്പേ അത് വന്നു, പ്രത്യക്ഷമായി, അത് നമ്മളത് കണ്ടു, നമ്മളത് we bear witness to show unto you the eternal life. നിങ്ങൾ എന്താ കാണിക്കുന്നത്? eternal life which was with the Father, ദൈവത്തിലുള്ള ജീവൻ, and was manifested unto us. അവനിലായിരുന്നു ജീവൻ, അല്ലേ? in him was the light, and the life was the light of man. അപ്പൊ ഇവിടെ നമ്മൾ സോ ആഡ് ചെയ്തേ, ജീവനുള്ള വാക്കിലെല്ലാം സോ ആഡ് ചെയ്യും. വേർഡ് ഓഫ് സോ, വേർഡ് ഓഫ് ജീവന്റെ വാക്ക് സോ, സോയുടെ വാക്യങ്ങൾ. സോ, for the സോ was manifested, സോ വാസ്, അവൻ സോ പ്രത്യക്ഷമായി. പിന്നെ എറ്റേണൽ ലൈഫ്, സോ നിത്യജീവൻ, നിത്യ സോ, which was the Father, was manifested, അവൻ പ്രത്യക്ഷമായി. അപ്പൊ ഈ ലൈഫാ ദൈവം തന്നിട്ടുള്ളത്. ഫോർ ലൈഫ് സോ വാസ് മാനിഫെസ്റ്റഡ്, അവിടെ പ്രത്യക്ഷമായി. അപ്പൊ ഇതാ നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ യോഹന്നാൻ സുവിശേഷം കാണുമ്പോൾ അത് സെയിം തിങ്, ലൈഫ് വാസ് മാനിഫെസ്റ്റഡ്. ദൈവത്തിന്റെ ജീവന ക്രിസ്തു മാനിഫെസ്റ്റ് ചെയ്തത് ഈ ലോകത്തിൽ. അപ്പൊ അവനിൽ നോക്കുക, അവനെ കാണുക, അതിൽ നമ്മളെ ഹൃദയ കണ്ണുകളെല്ലാം ഓപ്പൺ ആവട്ടെ. അപ്പൊ നമ്മളുടെ ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ നമ്മൾ വേറെ ഏത് ദിശയിൽ നമ്മളുടെ കണ്ണുകൾ പോകുമ്പോൾ ഇറ്റ് ഗോസ് ആൻഡ് മൂവ്സ് എവേ, വേറെ ഏതെങ്കിലും ഭാഗത്തും മൂവ് ചെയ്യുകയാണെങ്കിൽ, നമ്മളുടെ ഫീലിങ്സിലോ അല്ലെങ്കിൽ നമ്മളുടെ കരിയറോ നമ്മളുടെ ഫാമിലിയോ നമ്മളുടെ ഏത് അങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ, വി ആർ മൂവിങ് എവേ ഫ്രം സോ. നമ്മൾ സോ എന്ന് പറഞ്ഞാൽ ആ ജീവൻ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് മാറി നിൽക്കുക. എന്തായിക്കോട്ടെ, നമുക്ക് ആ ജീവനാ ഫസ്റ്റ്. അതിൽ നിന്ന് വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആ ശ്രദ്ധ അങ്ങോട്ട് മാറും.
ഈവൻ ഏതെങ്കിലും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആരെങ്കിലും നമ്മളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നുവാണെങ്കിൽ നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ അത് വറീഡ് ആവുമ്പോൾ നമ്മൾ ആ ലൈഫിൽ നിന്ന് മാറുന്ന ആക്ച്വലി എമോഷൻസിലോട്ട് പോവാം. അതുകൊണ്ടാ ഇതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതാ നമ്മളുടെ അകത്തെ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത്. എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് നമ്മൾ അകത്തെ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ അകത്തെ മനുഷ്യൻ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഷുവറായിട്ടും വ്യക്തമായിട്ടും ദൈവം അവിടെ നമുക്ക് ബോധം തരും, അത് എൻലൈറ്റൻ തരും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനകത്ത് ഒരു ഒരു പോവാനായിട്ടുള്ള ഒരു റിഡംഷൻ തരും, അല്ലെങ്കിൽ ഒരു വേ ഔട്ട്. He will redeem us from that place. So ഇത് നമ്മൾ ഈ ലൈഫിനെ പറ്റി നമുക്ക് കൂടുതൽ നമ്മൾ ഇത് കാണും. അതിന് നമുക്ക് ഈ ലൈഫ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? Let us go all the way to the book of Genesis, the Garden of Eden. അവിടെയാ the tree of life കാണുന്നത്, ജീവന്റെ വൃക്ഷത്തിന് ആണ്. അത് അറാമിക്കിലോ ആ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഗ്രീക്കിലോട്ട് പോയ ദ ട്രീ ഓഫ് സോ എന്ന് പറയുന്നത്. ദ ട്രീ ഓഫ് സോ. അപ്പൊ ആ കറക്റ്റ് നമ്മൾ ആ വാക്ക് നോക്കിയാൽ ആ ഗാർഡൻ ഓഫ് ഈഡൻ, ഏതൻ തോട്ടത്തിന്റെ നടുവിൽ ആരാ ഉണ്ടായിരുന്നു? ഈ വാക്ക് 1 യോഹന്നാൻ 1-ാം അധ്യായം 2-ാം വാക്യം കമ്പയർ ചെയ്യുക ഇതുകൊണ്ട്. ആൻഡ് ജോൺ ചാപ്റ്റർ 1:4 ഇതും കമ്പയർ ചെയ്യുക. ഇതെല്ലാം കൂടെ കൂട്ടിക്കോഴി നോക്കുക. ഈ സോ എന്ന് പറഞ്ഞ വാക്ക് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഈദൻ തോട്ടത്തിൽ ആരാണ്? കർത്താവ് യേശു ക്രിസ്തു കറക്റ്റായിട്ട് വ്യക്തമായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചോദിക്കാമല്ലോ, എന്ത് ചോദിക്കാം? ആദമും ഈവന്റെ അടുത്തും നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളുണ്ടെങ്കിലും ഈ കർത്താവിനെ കണ്ടോ നിങ്ങൾ അവിടെ? ഈ കർത്താവ് അതിൻ്റെ നടുവിൽ നിൽക്കുന്നത് കണ്ടോ? ട്രീ ഓഫ് ലൈഫ് ആ ഗാർഡനിൽ അതിൻ്റെ നടുവിൽ. എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ള കർത്താവ്? യു ക്യാൻ ഈറ്റ്. എന്തുകൊണ്ടാ ഈറ്റ് ചെയ്യാൻ പറ്റുന്നത്? അതിൻ്റെ ഫ്രൂട്ട് കഴിക്കാം. എന്താ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താ ഈറ്റിങ്ങിന്റെ പാർട്ട്? ദാറ്റ് ദേ ഷുഡ് നോട്ട് പിക്ക് അപ്പ് ദ ഫ്രൂട്ട് ആൻഡ് ഈറ്റ് ആൻഡ് ലിവ് ഫോർ എവർ. അവർ നിത്യജീവൻ പ്രാപിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അവർ ആ ഫ്രൂട്ട് എടുത്ത് കഴിക്കാൻ പാടില്ല. പക്ഷെ ആ ട്രീയിൽ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിനെ അന്നേ അവർക്ക് ഭക്ഷിക്കാമായിരുന്നു. They could have eaten from the tree of life. ആ ജീവനിലോട്ട് നോക്കാതെ അവരുടെ വിഷന് ദ നോളേജ് ഓഫ് ഗുഡ് ആൻഡ് ഈവൽ സോളിലോട്ട് പോയപ്പോ അവിടെ ആ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്നത്. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് മാറി നന്മ തിന്മന്റെ വൃക്ഷം, അതായത് സോഷേ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സോളിലോട്ട് പോകുന്ന ആ വൃക്ഷത്തിലോട്ട് നോക്കുമ്പോൾ കംപ്ലീറ്റ് അടിസ്ഥാനം മാറുക, സ്പിരിച്വൽ അടിസ്ഥാനം മാറുക, അവർ പാപം ചെയ്യുക. അതല്ലേ നമുക്ക് ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഈ ക്രിസ്തു അവന്റെ ജീവൻ വിട്ടുമാറി വേറെ എന്ത് പോയാല് അവിടെ നമ്മളുടെ വിഷൻ മാറുക. അപ്പൊ ബ്രദറൻ ഡിനോമിനേഷൻ അതൊരു ബ്രദറിനിസം ആയി വരുന്നത്, ഫ്യൂച്ചറിൽ ഒരു കൾട്ടായി മാറും. അല്ലെങ്കിൽ ബെന്തിക്കോസ് രക്ഷിക്കപ്പെടുന്ന എല്ലാവരും വേറെ പല ഇസം ആയി മാറുന്നത് അതുകൊണ്ടാണ്. ക്രിസ്തു എന്ന ആ വ്യക്തി, ദൈവം, ജീവൻ, ഇതിൽ നിന്ന് മാറിപ്പോകുന്ന എല്ലാം മാറി അവിടെ ആ നന്മ തിന്മയുടെ ആ വൃക്ഷം അല്ലെങ്കിൽ സോളിലുള്ള, അത് കഴിഞ്ഞിട്ട് നോസ്റ്റിക്സോ അങ്ങനെ പല കൾട്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരുടെ അങ്ങനെ ആയി പോകും. ഇത്
ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ എല്ലാവരുടെയും ക്രിസ്തീയ ജീവിതത്തിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരുടെ ജീവിതത്തിലും സഭയായിട്ടും എല്ലാവരുടെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ക്രിസ്തു അവൻ്റെ ജീവൻ. നമ്മൾ ആ ഗ്രീക്കിൽ ആ വാക്കുകൾ അത് സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവുന്നത് ഈ വാക്കിൻ്റെ ഇമ്പോർട്ടൻസ്. ഓൾ ദ വേ ബാക്ക് നമ്മൾ ഗാർഡൻ ഓഫ് ഈഡന് പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. അവിടെ എന്തുകൊണ്ട് നമ്മളുടെ പൂർണ്ണ പിതാക്കന്മാരെ കഴിച്ചില്ല. അതുപോലെ നമ്മൾ ഇപ്പോൾ നമ്മൾ സെൽഫായിട്ട് എക്സാമിൻ ചെയ്ത് നമുക്കും ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. കർത്താവേ, നമ്മൾ ആ വിഷൻ അങ്ങേന്നുള്ള വിഷൻ മാറി നമ്മൾ നോളേജിലോട്ട് പോവാം, നോളേജ് ലെവലിലോട്ട് പോവാം. നമ്മൾ ചിന്തിക്കുന്നത് നന്മ തിന്മ, ഗുഡ് ആൻഡ് ഈവിൾ. എന്താ കുഴപ്പം? ഗുഡ് ആൻഡ് ഈവിൾ, ദർസ് നോ പ്രോബ്ലം. പക്ഷേ ദൈവത്തിന് ആ ഫോക്കസ് വേണ്ട. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു യഥാർത്ഥത്തിലുള്ള ഒരു കാര്യമുണ്ട്, ലൈഫ് സോ. അതാ അബണ്ടന്റ് ലൈഫ്, കൂടുതൽ തരാം. അപ്പൊ അവിടെ നമ്മൾ ആ പാട്ടിൽ നമ്മൾ കണ്ടല്ലോ, നമുക്ക് ആ പാട്ട് ഒന്ന് കുറച്ച് പോയി ഒന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, അതിൻ്റെ 22 മുതൽ 24-ാമത്തെ വാക്യം വരെ നമ്മൾ അത് നോക്കാം. അത് നിങ്ങൾ എല്ലാം വായിച്ചാൽ മതി. ഓക്കെ. അവിടെ കർത്താവ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. കർത്താവ് എന്താ അത് ചെയ്യുന്നത്? അവരെ ആ ഗാർഡൻ ഓഫ് ഈഡൻ, ഏതും തോട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുക. എന്താ കർത്താവ് എന്താ? ദാറ്റ് ദേ മേ നോട്ട് ഈറ്റ്, അതാ പറഞ്ഞത്, ഈറ്റ് ഫ്രം ദി ട്രീ ഓഫ് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് അവര് കഴിക്കാതെ ഇരിക്കാൻ വേണ്ടി അവരെ മാറ്റി നിർത്തുക. അല്ലെങ്കിൽ they would have lived forever being sinners. അതാ കോമൺലി പറയുന്ന അങ്ങനെയാണ്, ബീയിങ് സിന്നേഴ്സ് they will live forever. പക്ഷേ അതൊരു ജസ്റ്റ് ഒരു കോൺട്രഡിക്ഷൻ സ്റ്റേറ്റ്മെന്റാണ്. പലവരും ബിക്കോസ് ഇവിടെ ദൈവം അവിടെ സിന്നേഴ്സ് ആയിരുന്നു, പക്ഷെ നമ്മൾ അതിൻ്റെ തൊട്ട് വാക്യങ്ങൾ മുമ്പേ വായിക്കുമ്പോൾ ദൈവം 21 വായിക്കുമ്പോൾ ദൈവം അവിടെ എന്താ അവരുടെ പാപം ക്ഷമിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മള് 3-ാം അധ്യായം 21-ാമത്തെ വാക്യം നമ്മളും പല പ്രാവശ്യം അതെടുത്ത് ആരാധനയിലുള്ള വിഷയങ്ങൾ പറയുന്നത്. അവിടെ ദൈവം ഒരു ക്ലോത്ത് കൊടുക്കുന്നു. എന്തുകൊണ്ടാ പറയുന്നത്? അത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. The lamb which was slain from the foundation of the world. ലോകസ്ഥാപനത്തിൽ നിന്ന് അവിടെ നിന്ന് ആ അറുക്കപ്പെട്ട കുഞ്ഞാട്. അപ്പൊ ഈ ആദമും ഈവും അവിടെ അവർക്കത് മനസ്സിലായോ തെറ്റാണ്? അവർക്കത് മനസ്സിലായി. അതുകൊണ്ട് ദൈവം ടോട്ടലി അവരെ ഡിസ്ട്രോയ് ചെയ്യുന്നില്ല. അവരുടെ ആ പാപത്തിന്റെ ആ ഒരു പാപത്തിൽ നിന്ന് അവര് വിട്ട് മാറി. അല്ലെങ്കിൽ അവർക്കത് മനസ്സിലായി, അവർ ചെയ്ത തെറ്റെന്താന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഈ ആബൽ യാഗം കഴിക്കാൻ, ഏബൽ ചുമ്മാ അറിയത്തില്ലല്ലോ. മാതാപിതാക്കന്മാര് അവരെ ആദം പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്തു, അതിനായിട്ടുള്ള പാപത്തിന്റെ പരിഹാരമായിട്ട് നമ്മൾ യാഗം കഴിക്കണം. അതുകൊണ്ടാണ് ആണല്ലോ. അപ്പൊ ഏബിൾ ആൾസോ വാസ് കൗണ്ടഡ് റൈച്ചസ്. എബ്രായർ ലേഖനത്തിൽ വരുമ്പോ വിശ്വാസികളുടെ പട്ടികയിൽ വരുമ്പോ അവിടെ ഏബിളിന്റെ പേര് വരും. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ ദൈവം അവരെ അംഗീകരിച്ചോണ്ട് ആണല്ലോ അവരെ അവിടെ they were justified by their faith. വിശ്വാസത്തിൽ നീതീകരിക്കപ്പെട്ടത്. അപ്പൊ അവിടെ ആ ജസ്റ്റിഫിക്കേഷൻ നടന്നുകൊണ്ടാണല്ലോ ഇതെല്ലാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. ദൈവം എല്ലാം ഹൃദയത്തിൽ അവരെ വിശ്വസിക്കുന്നവര് ഇത് പാപം, ഇത്
പാപത്തിന് വേണ്ടി ആണ് നമ്മളൊരു പാപിയാണെന്ന് അവർ മനസ്സിലാക്കി ഒരു മൃഗത്തിന്റെ ഒരു രക്തം ചൊരിയുമ്പോൾ അവർ മനസ്സിലാക്കുമ്പോൾ എന്താ അവർക്ക് ആ ഒരു റിഡംപ്റ്റീവ് പവറാണ് കിട്ടുന്നത്, ദൈവത്തിന്റെ റിഡംഷനാണ് കിട്ടുന്നത്. ആ വിശ്വാസം ഈ ദൈവത്തിനെ എങ്ങനെ അടുക്കും, ഇത് ഒരു യാഗമായി തീർന്നു. അതായത് സാക്രിഫൈസസ്, ആനിമലിന്റെ സാക്രിഫൈസസ് ആയിരുന്നു. അപ്പൊ ഈ ദൈവത്തിന് എന്തായിരുന്നു വേണ്ടിയത്? എന്തുകൊണ്ട് അവരെ അവിടെ നിന്ന് മാറ്റി? എന്തുകൊണ്ട് അത് കഴിച്ചിട്ട് ദൈവത്തിന് ആ ട്രീ ഓഫ് ലൈഫിന് വീണ്ടും എന്താ അവർക്ക് കൊടുത്തുകൂടെയാണ്? ക്രിസ്തുവിനെ വീണ്ടും കൊടുക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? വൈ? അതാ ക്വസ്റ്റ്യൻ. ക്രിസ്തുവിനെ അവിടെ വെച്ച് കൊടുത്തായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിച്ചത്? They would have lived forever. പിന്നെ യാഗങ്ങൾ എന്താ, കർത്താവിനെ വിശ്വസിക്കുന്നവരെല്ലാം യാഗം കഴിച്ചുകൊണ്ട് ഇരിക്കും. All throughout their entire life, entire forever. ഇതല്ലായിരുന്നു ദൈവത്തിന്റെ പർപ്പസ്. The lamb which was slain from the foundation of the world. ഇത് ഈ സോ കറക്റ്റായിട്ട് ദൈവത്തിന് മനുഷ്യന് കൊടുക്കണമായിരുന്നു. ഈ ജീവൻ ആയ ദൈവം ട്രീ ഓഫ് ലൈഫ് അവിടെ നിന്ന് എടുത്ത് കറക്റ്റായിട്ട് ഒരു വ്യത്യാസവും ഇല്ലാതെ, ഒരു സ്പോട്ട് ഓഫ് സിൻ ഇല്ലാതെ, ഒരു പാപമില്ലാതെ ഈ ട്രീ ഓഫ് ലൈഫിനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാൻ്റെ ബോഡിയിൽ വച്ച് യാഗം കഴിക്കണം. അതാ ആ കാൽവറി ക്രൂശിൽ. അത്രയും വലിയ കാര്യമാണല്ലോ ഈ സോ നമുക്ക് തരാം. അതായത് ഈ ഒരു സാക്രിഫൈസ് നിമിത്തം ഈ ഒരു യാഗം പിതാവ് പുത്രനെ യാഗം കഴിക്കാനായിട്ട് അത് വിടുന്ന അതിന്റെ നിമിത്തം അവിടെ ഇല്ലാത്ത ഒരു ആനിമൽ സാക്രിഫൈസില് മൃഗത്തിന്റെ യാഗത്തിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇത് നമ്മളുടെ മനസാക്ഷിയുടെ അകത്തോട്ട് എന്താ പേർജ് ചെയ്യുന്ന, കേറി വരുന്ന. എബ്രായ ലേഖനത്തില് 9-ാം അധ്യായം 9-ാം വാക്യം, അതൊന്ന് 8-ാം വാക്യം 8 മുതൽ ഒന്ന് വായിച്ചു. കൂടാതെ നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ഈ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. പൂർണ്ണ മനസാക്ഷിയിലെ പൂർണ്ണ സമാധാനം, ആ കോൺഷ്യൻസില് ആ യാഗം കഴിക്കാൻ അത് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. ആ യാഗം കഴിക്കാൻ മനസാക്ഷിയുടെ അകത്ത് എൻട്രി ചെയ്യണമെന്നില്ല. ഒരിക്കലും നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു മൃഗത്തിനെ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റുമോ, അയ്യോ മൃഗമേ അങ്ങയുടെ ബ്ലഡ് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അതൊരു മൃഗമാണ്. അതുകൊണ്ടാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 12th വാക്യം ഒന്ന് വായിച്ചേ, 12 ഒന്ന് വായിച്ചേ. Neither by the blood of goat and calves, but by his own blood. അവന്റെ ആടുകളോ വേറെ ഒരു മൃഗത്തിന്റെ രക്തമല്ല, പക്ഷേ his own blood he entered once and for all. സ്വന്തം രക്തം, ആ പെർഫെക്റ്റ് ആയിട്ടുള്ള 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതില് എഴുതിയിരിക്കുന്ന ക്രിസ്തുവിന്റെ രക്തം വിത്തൗട്ട് സ്പോട്ട്, ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് വിത്തൗട്ട് സ്പോട്ട്, ഒരു പാപം ഇല്ലാത്ത, അത് നമുക്ക് കോൺഫിഡന്റ് ആയിട്ടും അയ്യോ കർത്താവേ അങ്ങയുടെ പാപമില്ലാത്ത രക്തം, ഇത് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ മനസാക്ഷിയുടെ അകത്തോട്ട് നമ്മൾ കയറി പോവുക. ഫ്രം ഓൾ ദ ഡെഡ് വർക്ക്സ്, ചത്ത പ്രവൃത്തിയിൽ നിന്ന് എല്ലാം മാറുക, എന്നിട്ട് ഈ ജീവനുള്ള ദൈവത്തിനെ നമ്മൾ ആരാധിക്കുക, സെർവ് ചെയ്യുക, അവനെ ആരാധിക്കുക, അല്ലെങ്കിൽ അവനെ ഫോളോ ചെയ്യുക. അത്രയും പവർഫുള്ളാണ് അവന്റെ രക്തം.
നമ്മൾ ആ റിട്ടേണിങ്ങും പേർജിങ് ഓഫ് കോൺഷ്യൻസ് അത് നടക്കണമെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ ബ്ലഡ് മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ ഒരു യാഗത്തിനും അത് നമ്മളുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള മനസാക്ഷിയുടെ അകത്ത് കയറി വന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ്റെ ആ മാൻ്റെ ബ്ലഡ് തന്നെ വേണം. അതുകൊണ്ടാണ് ആ ഒരു ടൈം മോലെ യാഗങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യോബ് യാഗം കഴിച്ചു, എബ്രഹാം യാഗം കഴിച്ചു, നോഹ, അങ്ങനെ പല കാലഘട്ടത്തിലും. അത് കഴിഞ്ഞിട്ട് ടെർബനക്കിൾസ് വന്നു, അത് കഴിഞ്ഞിട്ട് ടെമ്പിൾ വന്നു. ഇവിടെ എല്ലാം ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവിൻ്റെ ആ സിംബോളിക്കൽ വേ ആയിരുന്നു അവർ കാണിച്ചുകൊണ്ടിരുന്നത്. എബ്രഹാം അത് ആ സീഡ് കണ്ടത്, എബ്രഹാമിൻ്റെ വിത്ത് എന്ന് പറഞ്ഞ ക്രിസ്തുവായിരുന്നു. യഥാർത്ഥത്തിലുള്ള ബ്ലെസ്സിങ് ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവിനെ തരാൻ വേണ്ടിയായിരുന്നു, ആ ലൈഫിനെ തരാൻ വേണ്ടിയായിരുന്നു. ഓൾ ദ വേ ആ സോ അതിന് ആ സോ എന്ന് പറഞ്ഞ ആ വ്യക്തി നമുക്ക് ട്രീ ഓഫ് ലൈഫ്, ദൈവത്തിൻ്റെ ഒരു പാർട്ട് നമുക്ക് തരാനായിരുന്നു. ഇത്രയും നല്ലൊരു ദൈവം. അപ്പൊ നമ്മൾ ഈ ഗാർഡൻ ഓഫ് ഈഡൻ ഉള്ള കാര്യങ്ങൾ, ഏതും തോട്ടത്തിലുള്ള ആ സെയിം കാര്യങ്ങൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും. നമ്മളുടെ ജീവിതം വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും. യഥാർത്ഥത്തിൽ നമ്മൾ ശരിക്കും നമ്മൾ ആ സോയിൽ നമ്മൾ നോക്കുന്നുണ്ട്, ആ ജീവനിൽ നോക്കുന്നുണ്ട്. ആണോ നമ്മൾ നമ്മളുടെ ഈ ഭൂമിയിലുള്ള കെയർസിൽ വെച്ച് നോക്കുന്നത്? കെയർസ് നോക്കിയാൽ, അല്ലെങ്കിൽ ഈ കാര്യം ഭൂമിയിലുള്ള നോക്കിയാൽ, നമ്മൾ നമ്മളുടെ സെൽഫിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ അവിടെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ടും ഡിനൈങ് ഓഫ് ദ സോൾ ആ പാർട്ടിൽ പറയുന്നുണ്ട്. നമ്മൾ അക്ഷീണ്ടായി, നമ്മൾ നാണം കെട്ട് പോകും എപ്പോൾ? കർത്താവിൻ്റെ വരവിൽ. അതുകൊണ്ട് ബിക്കോസ് ഈ കർത്താവിൻ്റെ നമ്മളുടെ ഈ സോൾ വെച്ച്, ദേഹി വെച്ച് നമ്മളുടെ ഈ സ്വർഗത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഒരു മെറ്റീരിയൽ തിങ്സ് ആഗ്രഹിക്കില്ല. ബിക്കോസ് ഇവിടെ അവനെ കാണുക, അവനെ അറിയുക, അവൻ്റെ മഹത്വം എന്താ, ഈ മഹത്വം, അവനിലുള്ള മഹത്വം, അവനിലുള്ള സ്നേഹം, ദയ, കരുണ, ഇതെല്ലാം കാണുക, ആ മഹത്വം കാണുക. ആ മഹത്വം കണ്ട് കണ്ട് നമ്മൾ ആ മഹത്വം അത് പ്രാപിക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മളൊക്കെ കാണും ആ മഹത്വം നമ്മൾ പ്രാപിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ദൈവം പറയുന്നിട്ടുള്ളൂ. അത് ഈ ലൈഫും ലിങ്ക്ഡാണ്. അതുകൊണ്ട് സ്ലോലി നമ്മൾ ഈ ക്ലാസ് വി ആർ എൻറ്ററിങ് ഇൻ ടു ഗ്ലോറിഫിക്കേഷൻ, മഹത്വപ്പെടുത്തുക, മഹത്വത്തിലോട്ട്, കർത്താവിൻ്റെ മഹത്വത്തിലോട്ട് എത്തുക. അതുകൊണ്ട് ഈ സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദിസ് വേൾഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. നമുക്ക് ഈ ജീവൻ നമ്മൾ എത്രത്തോളം നമ്മൾ ഇത് കൈക്കൊള്ളുന്നു, അല്ലെങ്കിൽ കാണുന്നു, നമ്മളിത് മനസ്സിലാക്കുന്നു, നമ്മൾ ഇതിനെ സ്നേഹിക്കുന്നു, ആ ഒരു പാർട്ട് ആ ഗ്ലോറിഫിക്കേഷനിൽ കർത്താവ് വരുമ്പോൾ ഉള്ള ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ ഈ ലൈഫിൽ നമ്മൾ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, സോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പുതിയൊരു ഗ്രീക്ക് വേർഡ് നമ്മൾ പഠിച്ചു, പക്ഷെ നമ്മൾ ഈ സോ അറിയണം. ലൈഫ് എന്ന് പറഞ്ഞ വാക്കിൽ 3 അർത്ഥം ഗ്രീക്കിലുണ്ട്. അത് 3 സെപ്പറേറ്റ് വാക്കാണ് ഗ്രീക്കിൽ. നമ്മളുടെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരു വാക്കാണ് ലൈഫിന്, പക്ഷെ 3 സെപ്പറേറ്റ് മീനിങ്ങാ, 3 സെപ്പറേറ്റ് അർത്ഥമാണ്. അതുകൊണ്ട് നമ്മൾ നോക്കേണ്ട കാര്യം സോയിലോട്ടാ, വേറെ സോഷ്യയിലോട്ടോ ബയോസിലോട്ടല്ല. നമ്മൾ ശരിക്കും അത് നോക്കി നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. പഠിക്കേണ്ടത് മാത്രമല്ല, ഈ പഠിത്തമല്ലല്ലോ, ഇത് ജീവിക്കണ്ടേ. അത് കർത്താവ് പറഞ്ഞ പോലെ വാട്ട് ഹി ഡിഡ് ഹി തോട്ട്. അപ്പൊ കർത്താവ് ചെയ്തതാ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മളത് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. നമുക്ക് ഇത് പ്രാർത്ഥനയും ദൈവത്തിൻ്റെ അടുത്ത്
നിന്ന് ഒരു സബ്മിറ്റഡ് ലൈഫ് ഉണ്ടെങ്കിൽ മാത്രം ദൈവത്തിന് മുമ്പേ ഒരു കമ്മിറ്റ്മെന്റും വേണം, ദൈവത്തിന് മുമ്പേ ഒരു സമർപ്പണ ജീവിതം വേണം, കമ്മിറ്റ്മെന്റ് വേണം. ഒരു കമ്മിറ്റ്മെന്റ് ഇൻ ദ സെൻസ് നമ്മൾ ഫുള്ളായിട്ട് ദൈവത്തിൽ ഐ സറണ്ടർ ഓൾ. ആ പാട്ടുണ്ടല്ലോ, ഐ സറണ്ടർ, ഞാൻ കീഴ്പ്പെടുന്നു. ഞാൻ ദൈവത്തിന് മുമ്പേ ഇത് കീഴ്പ്പെട്ടാൽ മാത്രമേ നമുക്ക് അത് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ. ആ സോയുടെ ജീവിതം അല്ലെങ്കിൽ ആ ലൈഫ്, ആ ജീവൻ അബണ്ടന്റ് ലൈഫിൽ, സമൃദ്ധിയായ ജീവനിൽ നമ്മൾ നടക്കണമെന്നും ജീവിക്കണമെന്നും ആ ദൈവത്തിൻ്റെ ആഗ്രഹം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ആഗ്രഹം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ദൈവത്തിൻ്റെ മുകളിലാവത്തില്ല. ദൈവത്തിൻ്റെ ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം അതിന് നമ്മൾ ഷെയർ ഉണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ഒരിക്കലും നമ്മൾ ദൈവത്തിൻ്റെ മുകളിലും ദൈവവും നമ്മൾ ഹമ്പിളായിട്ട് ജീവിക്കത്തുള്ളൂ. അത് ആത്മാവിൻ്റെ ഒരു പഠിപ്പീരെന്ന് പറയുമ്പോൾ, ലീഡിങ് എന്ന് പറയുമ്പോൾ, അതാ ഒരിക്കലും നമ്മളെ എല്ലാത്തിനും നമ്മൾ തേഞ്ഞവരാന്നും പറയത്തില്ല. വി വിൽ ഓൾവേസ് ബി ഹമ്പിൾ അക്കോർഡിംഗ് ടു കർത്താവ് എങ്ങനെയായിരുന്നു, എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവൻ എങ്ങനെയായിരുന്നു, അവൻ്റെ ലൈഫ് എന്തായിരുന്നു. അതാ നമ്മളുടെ എൻലൈറ്റ്മെന്റ്, അല്ലെങ്കിൽ അതാ നമ്മളുടെ ലൈറ്റ്, ദ ലൈറ്റ് ഓഫ് മെൻ. നമ്മളുടെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു. അതിൻ്റെ മുകളിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ പ്രാർത്ഥിച്ച് നമുക്ക് മുമ്പോട്ട് പോവാം. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു പ്രാർത്ഥന ജീവിതത്തിൽ ഈ ഒരു കാര്യത്തിൽ ട്രാൻസ്ഫോർമേഷൻ പോയാലേ മാത്രമേ നമുക്ക് ഒരു വിജയം. അല്ലാതെ ബോഡി വളരുന്ന ഒരു കുഞ്ഞിൻ്റെ ബോഡി വളരുന്ന, കൈ സെപ്പറേറ്റ് അല്ല വളരുന്ന, കാല് സെപ്പറേറ്റ് അല്ല വളരുന്ന, എല്ലാം ഒത്തൊരുമിച്ച് കൈയും കാലും എൻ്റെ ഫുൾ ബോഡി ഒരുമിച്ച് അത് ഗ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഈ സമയം തന്നതിനായ സ്തോത്രം. ദൈവം നമ്മളിൽ എല്ലാവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. താങ്ക് യു.